ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങൾ ഇന്ന് കൊല്ലം ടു തൃശ്ശൂർ പോകാനായിട്ട് ഉള്ള പരിപാടിയാണ്. അതായത് ഗുരുവായൂരാണ് നമുക്ക് പോകുന്നത്. പക്ഷേ അതിനു മുന്നേ നമുക്ക് എംബ്ലോക്കിൽ കയറണം, ചങ്ങനാശ്ശേരിയിൽ കയറണം. ചങ്ങനാശ്ശേരി പോയിട്ട് എംബ്ലോക്കിൽ കയറിയിട്ട് കുറച്ച് ബ്രൈഡൽ സാരീസൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്കിവിടുന്ന് 7:23 കൊല്ലത്തുനിന്ന് 7:23 ട്രെയിനിന് ജനശതാബ്ദിയാണ്. അതിനകത്താണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ട് അവിടെ എംബ്ലോക്കിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഗുരുവായൂർ പോകും. ഗുരുവായൂർ ഒരു മാരേജും ഉണ്ട്, പ്ലസ് നമുക്ക് അമ്പലത്തിലേക്ക് കയറണം. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. സോ ഞാനും അമ്മയും കൂടാണ് ഇന്നത്തെ ട്രാവൽ ഫുള്ള്. അപ്പം നമുക്ക് അതിനുള്ള പരിപാടീസൊക്കെ നോക്കാം. സമയം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുന്നേറ്റു. നമുക്കിനി പോകാനുള്ള തയ്യാറെടുപ്പിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ രാവിലെ വന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ രാവിലെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല കേട്ടോ. തലേന്ന് തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് രാവിലെ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ വയ്യായിരുന്നു. പിന്നെ അല്ലെങ്കിലും എനിക്ക് ഒരുപാട് രാവിലെ ഹെയർ വാഷ് ചെയ്താൽ മറ്റേ സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് പോകുന്ന വഴിക്ക് മൊത്തം തുമ്മലായിരിക്കും. എനിക്ക് തന്നെ ഇറിറ്റേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഹെയർ വാഷ് ചെയ്യുന്നില്ല. പിന്നെ ഒന്ന് ബോഡിയൊക്കെ കുളിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് കാണിക്കുന്ന ഫേസ് വാഷ് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു മെത്തേഡ് എന്നല്ല, ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം കേട്ടോ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യരുത്. അത് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭയങ്കര ജെൻറ്റിലായിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ എവിടെ പോകുന്നതിന് മുന്നേ ചായ കുടിക്കും. അതെനിക്ക് വല്ലാത്തൊരു ഭ്രാന്തായിട്ട് മാറിയിരിക്കുകയാണ്. ബട്ട് ഞാനിപ്പോൾ അത് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞാനത് 3 പേർക്കും ആക്കി വെച്ചു. അതായത് എനിക്ക്, അമ്മയ്ക്ക്, അമ്മൂമ്മയ്ക്ക് അങ്ങനെ 3 പേർക്കും ചായയൊക്കെ ആക്കി ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി ഫ്രഷ് ആവുന്നത്. ഭയങ്കര നല്ല കടുപ്പം വേണം എനിക്ക് ചായക്ക്. അത് മധുരം ഇല്ലാണ്ട് കുടിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര കടുപ്പം വേണം. അങ്ങനെ എനിക്കിപ്പം അത് അൺഹെൽത്തി എന്നല്ല, കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ടല്ലോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതിനകത്ത് ഒന്നുമില്ല, ചായക്കകത്ത് ഒന്നുമില്ല, ഇത്രയും ചായ കുടിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാം. പിന്നെ ഞാനിപ്പം മാച്ച ടീ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജാപ്പനീസിൻ്റെ മാച്ച ടീ യൂസ് ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് ആവാം. ഞാൻ ബാഗൊക്കെ ഓൾറെഡി എനിക്ക് 2-3 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഭയങ്കര പണിയാണ്. എനിക്കറിയില്ല, ശരിക്കും പണിയാണ്. സോ അതിനിടയ്ക്കൂടെ ഞാൻ എപ്പോഴും ഈ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ഇവിടുന്ന് കൊല്ലം വരെ ഞാൻ സ്കൂട്ടറിലാണ് പോണത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് എല്ലാം ഒന്ന് ഇറങ്ങാം. 6 മണിക്കെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ 7:30 ട്രെയിൻ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് റെഡി ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ക്രോപ്പ് ടോപ്പും ഒരു പാൻസും ആണ് ഇട്ടേക്കുന്നത്. പിന്നെ 5:58 കറക്റ്റ് എനിക്ക് 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് 6 മണിക്ക് ഇറങ്ങാൻ പോവാണ്. എനിക്ക് നടക്കുന്ന സമയം ഭയങ്കര കുറവാണ്. പിന്നെ ഞാനൊരു പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. വേറെയൊന്നുമില്ല. സോ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയാലും എനിക്ക് വലിയ പേടിയില്ല. വേറെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല, തിരിച്ചു വരാമല്ലോ. ഇത് പാളയം കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂട്ടിയിൽ പോകാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ ചെന്നിട്ട് അവിടെയും നല്ല മഴയായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന ആ ദിവസവും ഭയങ്കര മഴയായിരുന്നു. സോ ഞങ്ങൾ സ്കൂട്ടിയിൽ പോയില്ല. പക്ഷേ ഞാൻ
വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ തോന്നു. പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു ഓട്ടോയിൽ പോയി. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി, ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ. ആ അമ്പലത്തിൽ പോയി വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് കണ്ണനെല്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾ കൊല്ലത്തോട്ടുള്ളൊരു ബസ് കിട്ടി. അപ്പം പിന്നെ ബസ്സിൽ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി പോയി. ഞങ്ങൾക്കൊരു 7:10 ഒക്കെ ആയപ്പോഴേക്കും കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റി കേട്ടോ. ഞാനാണെങ്കിലും നേരത്തെ ചെല്ലാനായിട്ട് ശ്രമിക്കും ട്രെയിനിൽ പോകുന്ന സമയത്ത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴും. ട്രെയിനിൽ പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ ചെല്ലാൻ പറ്റുമോ, കോച്ച് കറക്റ്റ് ആണോ, സീറ്റ് പൊസിഷൻസ് കറക്റ്റ് ആണോ, ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ടിക്കറ്റ്. അത്ര തവണ ഞാൻ മേ ബി ട്രെയിനിൽ പോവാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ട്രെയിനിൽ പോകാനായിട്ട് അത്ര കോൺഫിഡൻസ് ഇല്ല. പ്രത്യേകിച്ച് അമ്മയും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. തെറ്റിയെങ്ങാനും പോയാൽ എന്തിട്ട് ചെയ്യും അങ്ങനെ വിചാരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ആളുമായിട്ട് ലാത്തിയൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. ഞാനവിടെ കുറച്ച് നേരം പോസ്റ്റായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു. അപ്പോൾ ഈ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു ചായ വാങ്ങി കുടിച്ചാലോ, പിന്നെ അമ്മ എന്നെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് സ്കിപ്പ് അടിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ഒബ്സഷനാണ് ചായയുടെ കൂടെ. ഒബ്സഷൻ ആയിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നന്നായിട്ട് ചായ കുടിക്കുന്നത് നിർത്തി. ഒരുപാട് പേരെന്നെ വഴക്ക് പറഞ്ഞു, ഇത്രയും ചായ ഇങ്ങനെ കുടിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നത് ചെറുതായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം 8 ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതും നല്ല മധുരമൊക്കെ ഇട്ട് കുടിക്കും. പിന്നെ ഈ ചായ നമ്മൾ കുടിച്ച് ഇപ്പം മധുരം ഇല്ലാണ്ട് കുടിച്ചാലും കുറേ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് മധുരം ഇട്ട് കുടിക്കാം എന്ന് വിചാരിക്കും. ഒരു ദിവസം 4-5 ചായ കുടിക്കുമ്പോൾ 2 ചായ മധുരം ഇല്ലാണ്ട് കുടിച്ചിട്ട് ബാക്കി ഞാൻ മധുരം ഇട്ട് കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. ഞാനപ്പം ചെറുതായിട്ട് ചായ കുടിയൊക്കെ നിർത്തി ചെയ്യണം. 1 വീക്ക് കൊണ്ട് ഞാൻ ചായ കുടിക്കുന്നില്ല. അപ്പം അതിനുശേഷം ഇതിപ്പോൾ ആലപ്പുഴയാണ് കേട്ടോ. അവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ബട്ട് ഫോണൊക്കെ ഓണായി വന്നപ്പോഴേക്കും അവിടെ കാട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഒരു 9 ആയപ്പോഴേക്കും ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ എംലോഫ്റ്റിൽ പോയി. അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട് എംലോഫ്റ്റ്. അപ്പോൾ ആൾ മെൻസ് ആണെന്ന് പറഞ്ഞത്. എംലോഫ്റ്റ് 2 ഉണ്ട്, എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ സാരി എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ എംലോഫ്റ്റ് ഫോർ മെൻസ് ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു കുട്ടി കടയിൽ പോയി അപ്പവും മുട്ടക്കറിയും കഴിച്ചു. അതിനുശേഷം തിരിച്ച് നടന്ന് അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ അന്നത്തെ ബ്രൈഡും ഗ്രൂമിൻ്റെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കട ഓപ്പണായി. അപ്പോഴേക്കും ആളൊക്കെ വന്നു. നല്ല ആളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ 2 സെക്ഷനാണുള്ളത്. ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോർ. തേർഡ് ഫ്ലോർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് റേറ്റ് കുറഞ്ഞ, അതായത് 1000 ടു ബിലോ 1000 ടു 20,000 ആ ഒരു റേഞ്ചും. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ സെക്ഷനിലാണ് ബ്രൈഡൽ സാരീസ് ഒക്കെ ഉള്ളത്. താഴെ നമുക്ക് ഗിഫ്റ്റ് സാരീസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ബ്രൈഡൽ സാരീസ് 20,000 ടു 30,000 ആ ഒരു റേഞ്ചിലൊക്കെ ഇവിടെ കണ്ടു. ഞാൻ ചോദിച്ച ആ ഒരു സ്റ്റൈല് സാരി ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഡിസംബറിലല്ലേ ഉള്ളൂ മാരേജ്, ഒക്ടോബറൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ വായോ, അപ്പം കുറച്ചുകൂടെ സെലക്ഷൻ ഉണ്ടാവുമെന്ന്. അപ്പം പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ചിലപ്പോഴേ ഞാൻ എംലോഫ്റ്റിലോട്ട് പോവുള്ളൂ. കാരണം പിന്നെ ഇവിടുന്ന് എത്രയും ട്രാവൽ ചെയ്ത് പോകണം, വീണ്ടും അമ്മയും കൊണ്ട് പോകണം, അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ടായത് കൊണ്ട് മേ ബി ഞാൻ അവിടെ പോവും. അതല്ല എങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു കടയിൽ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ വിചാരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ നമ്മളെ നാട്ടിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബട്ട് പണ്ടെപ്പോഴോ എൻ്റെ ഒരു മാത്സ് ടീച്ചർ പറഞ്ഞു തരും അതാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ നമ്മളെ നാട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. വെറുതെ അന്ന് എനിക്കത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ല. ഇപ്പം എനിക്കെന്തോ മൈൻഡിലത് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് ഒരു ബസ് പിടിച്ച് വന്നു. അവിടെ ഞങ്ങൾ റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ ആളെ കണ്ടു. അവിടുന്ന് പിന്നെ ശരവടേന്നായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങളൊരു 30 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ഞങ്ങൾ കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് ഒരു തൃശ്ശൂർ ബസ് കയറി. സൂപ്പർ ഫാസ്റ്റിലായിരുന്നു കയറിയത്. സൂപ്പർ ഫാസ്റ്റ് അല്ല, സ്വിഫ്റ്റിലാണ് കയറിയത്. അതപ്പം കുറച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് ഒരു ഏകദേശം 4 to 5 hours ഉണ്ടല്ലോ തൃശ്ശൂരൊക്കെ. അപ്പോൾ അവർ ലഞ്ച് ബ്രേക്കിൽ നിർത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് എത്തിയത്. അവിടുന്ന് പിന്നെ ഒരു പ്രൈവറ്റ് ബസ് പിടിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയി.
അപ്പം ഞാൻ ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നു ആക്ച്വലി അന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കോട്ടയത്ത് നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. പിന്നെയും കോട്ടയത്ത് നിന്ന് ആ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങാൻ പറ്റും എന്നുള്ള ഡൗട്ട് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി പിന്നെ ടിക്കറ്റ് എടുക്കണം. നമ്മളെ ട്രെയിനിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് അല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല ഇച്ചിരി കറങ്ങിയാലും ഇങ്ങനെ തന്നെ പോവാന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂരെത്തി. അവിടുന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. ചായയും ആസ് യൂഷ്വൽ ചായയും ഞാനൊരു നെയ് റോസ്റ്റും അമ്മയ്ക്ക് ഞാൻ എന്താ പറഞ്ഞേ മസാല ദോശയും പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ രാത്രി എന്തിനാ ഇങ്ങനെ ഫുഡ് കഴിക്കണേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഇങ്ങനെ വഴക്ക് പറയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുഴപ്പമില്ല സാരമില്ല, ആളങ്ങനെ രാത്രി അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുമെന്ന് വിചാരിക്കും, പക്ഷെ എന്നിട്ട് ഞാൻ കഴിക്കും. അങ്ങനെ ഞാൻ നെയ് റോസ്റ്റും അമ്മയ്ക്ക് ഞാൻ മസാല ദോശയും വാങ്ങിക്കൊടുത്തു. ബട്ട് ആളത് കഴിച്ചൊന്നുമില്ല. വെറുതെ പണിയില്ല മസാല ഇത് രാത്രി കഴിക്കണ്ടെന്ന് പറഞ്ഞ ആൾ പോയി. അതിനുശേഷം ഞങ്ങൾക്ക് കിഴക്കേക്കോട്ടല്ല, കിഴക്കേ നടയിലായിരുന്നു ഞങ്ങളുടെ റൂം, KTDC നന്ദനം. അപ്പം അവിടുന്ന് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ഒരു സിമ്പിളാണ്, മറ്റേ ഗരുഡൻ. അത് ഓൾമോസ്റ്റ് പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെയും ഗുരുവായൂർ പോയിട്ട് ഞാൻ ഇത് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല, ബട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം എനിക്കത് നല്ലൊരു എന്താ പറഞ്ഞാൽ സിമ്പിളായിട്ട് വെച്ചിരുന്ന അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു, വഴി തെറ്റി പോവാണ്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അതിനുശേഷം അവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ KTDC നന്ദനം. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു അതുണ്ട്, ഐ മീൻ ഹോട്ടലുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കപ്പം വെറുതെ KTDC എന്നാണ് മനസ്സിൽ വന്നത്, ദേവസ്വം ബോർഡൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ ഇത് ബുക്ക് ചെയ്ത് ചെന്നാൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വലിയ കാര്യമില്ലല്ലോ, ജസ്റ്റ് കിടന്ന് ഉറങ്ങുക, ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഉറങ്ങുക, ഫ്രഷ് ആവുക, പോവുക, അത്രയല്ലേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ AC ഉണ്ട്, ഹീറ്റർ ഉണ്ട്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിസിൻഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. സോ ഫൈൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാനും അമ്മയും കൂടെ ഒന്ന് ജസ്റ്റ് റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് പോയി കേട്ടോ. ഞാൻ അമ്മയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു, ഈ രാത്രിയിൽ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഭയങ്കര മഴയും മൊത്തം നനഞ്ഞു. ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നനഞ്ഞ് കുതിർന്ന് ഊറ്റി വാരിയാണ് ഞാൻ അമ്പലത്തിൽ പോയത്. പക്ഷേ ഞാൻ അമ്പലത്തിൽ അന്ന് അമ്മയെ ക്യൂവിൽ നിർത്താൻ സമ്മതിച്ചില്ല. കാരണം അന്ന് ക്യൂവിൽ കയറിയിട്ട് നമ്മൾ എപ്പോഴാണ് ഇറങ്ങുന്നത്, പിറ്റേന്ന് രാവിലെ നമുക്ക് നിർമ്മാല്യവും കാണണം. അപ്പം നമ്മൾ പിന്നെ ചെന്ന് കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഉറങ്ങാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ട് ഞാനന്ന് ക്യൂവിൽ കയറാൻ സമ്മതിച്ചില്ല. അതിനുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇരുന്ന് കാണണം എന്നുള്ളത്. അത് കുറച്ച് നേരം കാണാൻ പറ്റിയിട്ടോ. ഇവിടെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം മാത്രമായിരുന്നില്ല, വേറെ എന്തൊക്കെയോ പരിപാടിയായിരുന്നു. പിന്നെ മോഹിനിയാട്ടമാണ് കേട്ടോ കണ്ടത്. കുറേ പേരെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് കണ്ടപ്പോൾ അപ്പോഴൊക്കെ മഴയാണ്. മഴ തോന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് തോന്നി. കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്നു. ഇവിടെ ഇരുന്ന് ഇതാണ് കേട്ടോ നമുക്ക് നാളെ പോകാനുള്ള ക്യൂ. ഇതാണ്. ഞാൻ ക്യൂ ഒക്കെ നോക്കി, ഞാൻ എന്നെ തന്നെ നിന്ന് നോക്കി. അതിനുശേഷം പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് അങ്ങോട്ട് നടന്ന് അവിടെ എന്തൊക്കെയുണ്ട് പരിപാടീസ്, വേറെ വല്ലതും ഉണ്ടോ. ഇതിപ്പോൾ സ്റ്റേജ് 2-ലായിരുന്നു ഞാൻ കണ്ടത്. സ്റ്റേജ് 1-ൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കിയായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിൽ പൂക്കളം കൊണ്ട് കൃഷ്ണൻ്റെ ഓരോരോ രൂപങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ രൂപം നരസിംഹമായിരുന്നു. അന്നത്തെ അല്ല, തലേന്നത്തെ രൂപമാണ്. അത് നൈറ്റാണ് അവർ മാറ്റുക. നൈറ്റ് മീൻസ് നെക്സ്റ്റ് ഡേ കാലത്തെയാണ് ഇത് മാറ്റം. അപ്പം നരസിംഹമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്ത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് ഭയങ്കര രസമായിട്ടാണ് അവരത് ഇട്ടേക്കുന്നത്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെറുതായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടേ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേജ് 1 ഓപ്പണായി. സ്റ്റേജ് 1 ആണോന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നത്. അവിടെയും എന്താ കുട്ടികളുടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിലെ കസേര ഇത്രയും ഫ്രീ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും അവിടെ. അതിനുശേഷം ഞാനും അമ്മയും കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേറെയൊന്നുമില്ല. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള ബദ്ധപ്പാട്ടിലായിരുന്നു. ആ വഴി ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. പപ്പടം, പിന്നെ എനിക്ക് കുറച്ച് ആക്സസറീസ്, അങ്ങനെയൊക്കെയുള്ള മൈന്യൂട്ട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ മേടിച്ചു. കുറേ കടകളൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് കാണാൻ പറ്റി. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഗുരുവായൂരിൻ്റെ ബാക്കി വിശേഷമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.